ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ അപ്ഡേറ്റ്സ് പോലും ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നോക്കി കാണുകയായിരുന്നു. അദ്ദേഹം ആശുപത്രി വിട്ടു തിരികെ വത്തിക്കാനിലേക്ക് എത്തി എന്ന വാർത്ത വളരെ പ്രതീക്ഷയോടും ആശ്വാസത്തോടും കൂടിയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഇന്നലെ ഈസ്റ്റർ ദിന സന്ദേശം നമ്മൾ കേട്ടതാണ്. ഗാസയിൽ യുദ്ധം നിർത്തണമെന്ന ആഹ്വാനം, ഹമാസിനോട് ബന്ദികളെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യപ്പെടൽ, അതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തോട് പരിപൂർണ വിശ്രമം ആണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിടെ എത്തി അദ്ദേഹം റോമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെയുള്ള ജയിലിലേക്ക് പോകുന്നു, അന്തേവാസികളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവരോട് സംവദിക്കുന്നു. ഈ ഒറ്റ ശ്വാസകോശം വെച്ചാണ് ആ അവസാന നാളുകളിലും അദ്ദേഹം ലോകത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ, നമസ്കാരം. വലിയ ഒരു ശൂന്യത ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഫീൽ ചെയ്യുന്ന ഒരു നിമിഷമാണിത്. എങ്കിലും ഇന്നലെ പോപ്പിനെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവരെയും വന്ന് വിഷ് ചെയ്ത് അദ്ദേഹം മടങ്ങി എന്നുള്ളതാണ്. ഒരുപക്ഷെ പോപ്പിന് ഓൾറെഡി അറിയാമായിരുന്നിരിക്കാം അദ്ദേഹത്തിന് മരണം. കാരണം ഈ അസുഖം വന്ന് ഫെബ്രുവരി 14 ജെമേലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ പാപ്പ ഫ്രാൻസിസ് പറഞ്ഞിരുന്നു, ഒരു പ്രവചനം പോലെ എനിക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് സംശയമാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും വിഷ് ചെയ്തിട്ട് പോപ്പ് മടങ്ങി എന്നുള്ളതാണ്. വളരെ വലിയൊരു ശൂന്യത, വളരെ വേദന ഞങ്ങളെല്ലാവരും കടന്നു പോകുന്ന ഒരു നിമിഷമാണിത്. പ്രത്യേകിച്ചും പോപ്പ് ഫ്രാൻസിസ് 2013 മാർച്ച് 13 സ്ഥാനമേറ്റ ശേഷം വ്യക്തിപരമായിട്ടും പോപ്പിന്റെ ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ ഒരു അവസരം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനങ്ങൾ പാരിസ്ഥിതിക്ക് വേണ്ടി, പ്രത്യേകം പാരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ലൗദാത്തോ സി, അതേപോലെ അമോറിസ് ലെത്തീസിയ, സ്നേഹത്തിൽ ആനന്ദം തുടങ്ങിയ പ്രധാനപ്പെട്ട ചാക്രിക ലേഖനങ്ങൾ വത്തിക്കാൻ റേഡിയോയിലൂടെ വായിക്കാനുള്ള അവസരം കൂടി കിട്ടിയ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാനയിൽ മലയാളത്തിലുള്ള പ്രാർത്ഥന വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എപ്പോഴും പോപ്പിന്റെ ആ ഒരു സാമീപ്യം കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി, ഒരു പ്രത്യേക ഒരു ആനന്ദം നമ്മളിൽ വന്ന് ഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു. പിന്നെ എത്ര ചിരി തന്നെയാണ്. കാരണം ചിരിച്ച നിഷ്കളങ്കമായ ചിരി, അത് നമ്മുടെ വേദനകളൊക്കെ മായ്ച്ചു കളയുന്ന ആ ചിരിയാണ് അദ്ദേഹത്തിന്റെ. എല്ലാ ടെൻഷനും നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. എത്ര ടെൻഷനുള്ള ഒരു നിമിഷമാണെങ്കിൽ പോലും എല്ലാം മറക്കുന്നു. പോപ്പിനാണെങ്കിലും എത്ര വയ്യാത്ത അവസ്ഥയിലും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ കൈമുത്തുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവസാനമായിട്ട് പോപ്പിനെ കാണാൻ എനിക്ക് കഴിഞ്ഞതും കൈമുത്താൻ കഴിഞ്ഞതും ജനുവരി 2023 ഒരു ആയിരുന്നു. അപ്പോൾ അത് 2024 സോറി. അപ്പോൾ അത് വളരെ വലിയ ഒരു അനുഭവമായിരുന്നു. പിന്നെ എന്താ പറയുക, ലാളിത്യത്തിന്റെ പര്യായം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും യുദ്ധക്കെടുതികൾക്ക് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും, അത് ഇന്ന ഒരു ജാതി ഇതില്ല, വ്യത്യാസമൊന്നുമില്ല. ഏത് മതസ്ഥർ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും തൻ്റെ സ്വരം ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹിച്ച പോപ്പാണ്. പോപ്പ് രാവിലെ 7:35 അന്തരിച്ചതെങ്കിലും കമർലെങ്കോ കാർഡിനൽ കെവിൻ ഫറൽ മരണം സ്ഥിരീകരിച്ചത് 9:47 ഇവിടെ പ്രാദേശിക സമയം. ഇവിടെ അത് സാന്തമാർത്ത, പോപ്പ് താമസിക്കുന്ന സാന്തമാർത്തയിലെ ഒരു ചാപ്പലിൽ വെച്ച് അനൗൺസ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. ഇനിയുള്ള ചടങ്ങുകളെ കുറിച്ച് ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ മരണം സ്ഥിരീകരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ചടങ്ങാണ്. അത് കഴിഞ്ഞ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 9 ദിവസം ദുഃഖാചരണമാണ്. വത്തിക്കാൻ സ്റ്റേറ്റിന്റെ ദുഃഖാചരണം നടക്കുകയാണ് 9 ദിവസം. അതിനുശേഷം കമർലെങ്കോ, കാർഡിനൽ കെവിൻ ഫറൽ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കും ലോകത്തോട്. മീൻസ് വത്തിക്കാൻ മീഡിയാസ് വഴി വിവരങ്ങൾ അനൗൺസ് ചെയ്യും. ഇന്നിപ്പം മരിച്ചിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതെ ഇനിയിപ്പോ കാര്യങ്ങൾ തീരുമാനിക്കണം. സംസ്കാര ചടങ്ങുകളും എല്ലാം പോപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പോപ്പ് എപ്പോഴും യാത്രകൾ പുറപ്പെടുന്നതിന് മുൻപ് ഇവിടെ
ഹോളി മേജർ ബസിലിക്ക, മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, അവിടെ ബസിലിക്കയാണ്, അവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ തന്നെ ശവ സംസ്കാരം ചെയ്യണമെന്നാണ് അന്ത്യാഭിലാഷം പറഞ്ഞിരിക്കുന്നത്. വലിയൊരു സന്ദേശം ലോകത്തിന് നൽകിയിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് മടങ്ങുന്നത്. പ്രതീക്ഷ നിരാശപ്പെടുത്തുന്നില്ല എന്ന വലിയൊരു സന്ദേശം ഈ ജൂബിലി വർഷത്തിൽ പോപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോപ്പ് ലാളിത്യത്തിന്റെ പര്യായമായിരുന്ന നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മടങ്ങുമ്പോഴും നമുക്ക് വലിയൊരു പ്രതീക്ഷ ലോകത്തിന് നൽകിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതായത് ജൂബിലി വർഷത്തിന്റെ ആപ്തവാക്യമായ പ്രതീക്ഷ നിരാശപ്പെടുത്തുന്നില്ല എന്ന ആ ഒരു സന്ദേശം കൂടി അദ്ദേഹം നൽകിയിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആത്മകഥ പോലെ ഹോപ്പ്, പ്രതീക്ഷ ലോകത്തിനെമ്പാടും മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരാളുണ്ട്, അത് ഞാനുണ്ട് ഇവിടെ എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസമാണ് ഇന്ന് ഓർമ്മയാകുന്നത്. പിന്നെ കരുണ, എല്ലാവരോടുമുള്ള കരുണ, പാവപ്പെട്ടവരോടുള്ള കരുണയ്ക്ക് വേണ്ടി 2015 ഒരു അനിതര സാധാരണമായ ജൂബിലി വർഷം പോപ്പ് ഹോളി ഡോർ തുറന്നുകൊണ്ട് പ്രഖ്യാപിച്ചിരുന്നു. അതായത് അത് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പാവങ്ങളോടുമുള്ള പ്രത്യേക കരുണയുണ്ടായിരുന്ന ഒരു പാപ്പയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ 12 വർഷം ഇവിടെ വത്തിക്കാനിൽ എൻ്റെ ഹസ്ബൻഡും വത്തിക്കാനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അഗസ്റ്റിൻ സുവിശേഷവൽക്കരണത്തിനായുള്ള അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് അത് കുടുംബപരമായിട്ട് മോനോടാണെങ്കിലും ഫോണിൽ വിളിച്ച് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ കുടുംബപരമായിട്ട് ഒത്തിരി ഒരു എന്താ പറയുക ബന്ധമുണ്ടായിരുന്ന മാർപ്പാപ്പ കൂടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വല്ലാത്ത ഒരു എന്താ പറയുക, നമുക്ക് വളരെ വേദനയുള്ള ഒരു നിമിഷം കൂടിയാണിത്.